ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സോണി. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ തൈറോയിഡ് പേഷ്യൻസ് ആയിട്ടുള്ള പലരും പറയുന്നത് അവരുടെ T3, T4, TSH ഒക്കെ നോക്കിയിട്ട് എല്ലാം നോർമലാണ്, പക്ഷേ അവർക്ക് തൈറോയിഡിൻ്റെ സിംറ്റംസ് ഒന്നും മാറുന്നില്ല. അതായത് അവർക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നു, അവരുടെ വണ്ണം കൂടി വരുന്നു, അവർക്ക് രാത്രി ഉറക്കമില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. തൈറോയ്ഡ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റംസിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ മാറാൻ വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് TPO ടെസ്റ്റ്, TG ടെസ്റ്റ്, അതായത് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് നോക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ നിങ്ങളുടെ HB കറക്റ്റ് ആണോ നോക്കേണ്ടതാണ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കൂടെ നോക്കേണ്ടത്. ഇനി വൈറ്റമിൻ ഡി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അത്യാവശ്യമായിട്ടും എടുക്കേണ്ടതാണ്. സിങ്ക്, സെലീനിയം, മഗ്നീഷ്യം പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് തൈറോയിഡിൻ്റെ ഹെൽത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ സിങ്കൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള നട്ട്സ് ആൻഡ് സീഡ്സ്, അതായത് ആൽമണ്ട്, വാൽനട്ട് പോലെയുള്ള നട്ട്സും, പിന്നെ വാട്ടർമെലൺ സീഡ്, പംകിൻ സീഡ്, കുക്കുംബർ സീഡ്, അതിൻ്റെയൊക്കെ ഡ്രൈഡ് ഫോം കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. കഴിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസിന് ഇതൊക്കെ കഴിക്കുന്നത് ഓക്കെ ആണോ എന്ന് കൂടെ നോക്കേണ്ടതാണ്. അതായത് ചിലർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് വേണം ഇതൊക്കെയും ചെയ്യാനായിട്ട്. വൈറ്റമിൻ B12 സിറിയൽസിലും അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനീ പറയുന്ന ഡയറ്റ് പാറ്റേണും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും നിങ്ങളൊന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡിനോടനുബന്ധിച്ചുണ്ടാവുന്ന എല്ലാ സിംറ്റംസും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സിങ്ക്, സെലീനിയം, മഗ്നീഷ്യം പോലെയുള്ള ഘടകങ്ങൾ, ഇതൊക്കെ അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി, ഇതൊക്കെ ഒന്ന് നോർമലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഫുഡ് ഐറ്റംസും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്.